ഹലോ. അപ്പോൾ എൻ്റെ വീട്ടിലെ മുന്തിരി നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം ചെറിയ മൊട്ടുകളൊക്കെ വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ നട്ടിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ആലപ്പുഴയാണ് സ്ഥലം. ഇവിടെ നല്ല ചൂടുണ്ട്, അല്ലാതെ തണുത്ത ഒരു ക്ലൈമറ്റ് ഒന്നുമല്ല. പക്ഷേ ഇവിടെ ഇപ്പം ആലപ്പുഴയിൽ വേറെ ഒരുപാട് സ്ഥലത്ത് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇത് ആദ്യമായിട്ടാണ് കായ്ക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ഇത് ഞാൻ കൊണ്ടുവച്ചിട്ട് 1 വർഷം ആയിട്ടില്ല. ആദ്യം ഒരു തൈ മേടിച്ച് വെച്ചിട്ട് അത് ഉണങ്ങിപ്പോയി. പിന്നെ നമ്മൾ വീണ്ടും ഡ്രമ്മിൽ നട്ട് നോക്കി, എന്നിട്ടും അത് വലിയ ഗ്രോത്തൊന്നും ഇല്ലാതെ നിന്ന് അത് ഉണങ്ങിപ്പോയി. മൂന്നാമത് നട്ടതാണ് ഈ മുന്തിരി. സാധാ മുന്തിരിയാണെന്നും പറഞ്ഞാണ് മേടിച്ചത്. ഇനി ഇത് ആകുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടേക്കാം. അപ്പം നമ്മൾ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ വേണം മുന്തിരിക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ മുളയൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ആംഗ്ലെയർ പൈപ്പിൽ അതൊന്ന് റെഡിയാക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മുളയൊക്കെ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിത് കിളിർത്ത് വരുന്ന സമയത്ത് ഒരുപാട് ബ്രാഞ്ചസ് ഒന്നും അനുവദിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ടെറസിൻ്റെ മുകളിലേക്കൊക്കെയാണ് പടർത്തണമെങ്കിൽ ഒറ്റ വള്ളിയായിട്ട് പോയിട്ട് പിന്നെ പന്തലിൽ കയറി കഴിയുമ്പോൾ കൂമ്പ് നുള്ളി കൊടുക്കുക. അപ്പോൾ നിറയെ ബ്രാഞ്ചസ് വരും. അങ്ങനെ ഇതിപ്പോൾ മെയിൻ ബ്രാഞ്ചസിൽ നിന്ന് വന്ന ചെറിയ ബ്രാഞ്ചസാണ്. അതിൽ നമ്മളൊരു 2 നോഡ് ഇങ്ങനെ ഒരു തടിപ്പ് പോലെയുള്ള ആ നോഡ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ ബഡ് നമുക്ക് വിഷമം തോന്നും. ഇത്രയും നീളത്തിൽ നമ്മളത് കളയുമ്പോൾ ഉണങ്ങിപ്പോവുക നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ പ്രൂൺ ചെയ്യുന്നത്. അപ്പോൾ ആ മെയിൻ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ആ പോയിരിക്കുന്നതിൽ നിന്ന് വരുന്ന ചെറിയ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് കുറച്ച് ആരോഗ്യമുള്ള രീതിയിലുള്ള ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അത് മാത്രം കട്ട് ചെയ്തിടുക. അതായത് ഒരു ബേസ് ബഡ് എന്നൊക്കെ പറയും. നമ്മുടെ ആ വളർന്നു പോയിരിക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ ഒരു 2 ബഡും കൂടെ കഴിഞ്ഞിട്ട് നടുക്ക് വെച്ച് കട്ട് ചെയ്യുക. ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററൊക്കെ വന്ന വിധത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കാണുന്ന പോലെ നമ്മൾ 2 ബഡ് നിർത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഈ ചെടിയിൽ മൊത്തം അങ്ങനെ മെയിൻ ബ്രാഞ്ചസിൽ നിന്ന് വരുന്ന നല്ല കരുത്തുള്ള ബ്രാഞ്ചസ് മാത്രം ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 5 ദിവസത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കരുത്. ഒന്നെങ്കിൽ നിങ്ങൾ തലേ ദിവസം നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ 5 ദിവസത്തിന് മുന്നേ ഞാൻ കുമ്മായോ അല്ലെങ്കിൽ നിങ്ങൾ ഡോളോമേറ്റ് എന്താണോ ഉള്ളതൊന്ന് അതിൻ്റെ ചുവട്ട് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് കട്ട് ചെയ്യണത്. എന്നെങ്കിൽ കട്ട് ചെയ്തതിൻ്റെ അന്ന് നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. പിന്നെ 5 ദിവസത്തേക്ക് നനക്കരുത്. അപ്പോൾ ഇതിന് നമ്മളിത് നശിച്ചു പോകുക എന്നുള്ളൊരു ടെൻഷൻ ആകുമ്പോഴേക്ക് വെള്ളവും ചെല്ലുന്നില്ല, മൊത്തം കട്ട് ചെയ്തും കളഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷൻ കൊണ്ടാണ് ഇത് കായ്ക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി, സക്സസ് ആണ്. ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നനച്ചിട്ടിരുന്ന കോഴിവളമാണ്, ചൂടോട് കൂടി ഇട്ട് കൊടുക്കരുത്. കോഴിവളം ഇട്ട് കൊടുത്തു. പിന്നെ NPK 19 ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നല്ല രീതിയിൽ വളം കൊടുത്തു കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന് ചെറിയ മുകുളങ്ങളൊക്കെ വന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ചെറിയ പൂക്കളൊക്കെ ആയി. അപ്പോൾ നമ്മൾ വളം ചെയ്യുന്നതൊക്കെ കൂടി ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും വീഡിയോ. അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ താഴത്തുനിന്ന് വരുന്ന ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ നിർത്തുക. ഒരുപാട് ബ്രാഞ്ചസ് ആയാലും ചെടിയിൽ ഒരുപാട് എനർജി ആവശ്യം വരികയും ചുമ്മാ ഒരു ഇതായിട്ട് നിൽക്കും. നമ്മൾ പിന്നെ പ്രോപ്പറായിട്ട് വെയിൽ വേണം കേട്ടോ മുന്തിരിക്ക്. നല്ല രീതിയിൽ വെയിലുണ്ടെങ്കിൽ മാത്രമേ മുന്തിരി കായ്ക്കത്തുള്ളൂ. ഇത് മൊത്തം കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഉണങ്ങിപ്പോവാന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. നോക്കി ഇത്രയും പോയി, ഇനി അതിൻ്റെ മുകളിലൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷെ എന്തായാലും സക്സസ് ആയി. അപ്പോൾ നമ്മുടെ നാട്ടിലുമൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്തിരി കായ്ക്കുമെന്ന് ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.